പെട്ടെന്നൊരു ചായക്കടി ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഞാൻ 3 മുട്ടയാണ് ഇതുപോലെ നമുക്ക് ആദ്യം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. സംഭവം അടിപൊളിയാണ്. നിങ്ങൾ ഒരു തവണ ഉണ്ടാക്കിയാൽ വീണ്ടും ഉണ്ടാക്കും. ഇതിനു വേണ്ടി ആദ്യം ഒരു ഉള്ളി ചെറുതായി കട്ട് ചെയ്തതും ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ചെറുതായി അരിഞ്ഞ പകുതി ക്യാപ്സിക്കം മുളകും 3 പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 5 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തത്. നമുക്കിത് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. സംഭവം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ചായ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ചായ കടി റെഡിയാവും. അങ്ങനെയല്ല എല്ലാവർക്കും വേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. നമ്മളെ ബ്രെഡും മസാലയൊക്കെ നല്ലോണം ഉടച്ചെടുക്കണേ. ഇതുപോലുള്ള ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചെയ്താൽ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നമ്മളെ കറിവേപ്പില. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനുള്ളതാണ്. നമ്മുടെ മുട്ടയും മസാലകളൊക്കെ നല്ലോണം വഴറ്റിയെടുക്കാം. നമുക്ക് ഇതുപോലെയാണ് വഴറ്റിയെടുക്കുന്നത്. ഫ്ലെയിമൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കൂടുതൽ ഫ്ലെയിം ആക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നല്ലോണം ഡ്രൈ ആയി വരുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് ആയി കിട്ടേണ്ടത്. ഇപ്പം ഇനി ഇതെല്ലാം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ വേണമെങ്കിൽ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതുപോലെ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല വെറൈറ്റി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം.